സുഹറായുടെ ഭാവം പെട്ടെന്ന് മാറിപ്പോയി. ഉള്ളിലൊരു പുതിയ വെളിച്ചം. മുഖത്ത് രക്തപ്രസാദവും കണ്ണുകൾക്ക് തിളക്കവും. ചുരുണ്ട മുടി നടുവേ വകഞ്ഞ് ചെവി മൂടി ഭംഗിയായി കെട്ടിവെച്ച് അവൾ നടക്കും. അയൽപക്കങ്ങളിലെ സ്ത്രീകൾ അത്ഭുതപ്പെടും. സുഹറ വന്നേലും നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ കെട്ടിയവൻ ആളറിയല. കെട്ടിയവൻ അവൾ എപ്പോഴും മജീദിൻ്റെ വീട്ടിലാണ്. ചെടികൾക്ക് വെള്ളമൊഴിക്കുന്ന കാര്യത്തിൽ അവളും ശ്രദ്ധിച്ചു വന്നു. മജീദിൻ്റെ സഹോദരികൾ പറയും, ഈ ചെടികളൊക്കെ വളർത്തിയത് ഞങ്ങൾ വെള്ളമൊഴിച്ച. സുഹറ ആ ചെമ്പരത്തിയെപ്പറ്റി ചോദിക്കും. ഇത് പണ്ട് മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ? സുഹറ അതിനെ എതിർക്കുകയില്ല. പണ്ട് മുതൽക്കേ എല്ലാം ഉണ്ടായിരുന്നതാണല്ലോ. പണ്ട് ഒരു ദിവസം മജീദ് അവളോട് ചോദിച്ചു, സുഹറ ഇനി എന്ന് പോകും? അവൾക്ക് മനസ്സിലായില്ല. അവൾ അത്ഭുതത്തോടെ ചോദിച്ചു, എവിടെ? ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. ഓ, അവളുടെ മുഖം ചെറുതായി. അദ്ദേഹം എന്നെ അല്ല വിവാഹം ചെയ്തത്. പിന്നെ? അവൾ പറഞ്ഞു, ഞാൻ കൊണ്ടുചെന്ന സ്വർണ്ണപ്പണ്ടങ്ങളെയും എനിക്കുള്ള ഓഹരിയെയും. അതിൽ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ അദ്ദേഹം വിറ്റു തിന്നു. ഇനിയുള്ളത് ഓഹരിയാണ്. അത് കിട്ടാൻ വഴിയില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കുറേ കഴിഞ്ഞ് വളരെ പതുക്കെ, പിന്നെ എന്നെ കാണുന്നതും മറ്റും നാട്ടിലുള്ളവർക്കൊക്കെ വിരോധമാണെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ ഒരു പൊതുജനാഭിപ്രായം ഉണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൾ ഒരു റോസാപ്പൂ വീർത്ത് മണത്തിട്ട് മുടിക്കെട്ടിത്തിരികെ. മജീദ് പറഞ്ഞു, ആ ചെമ്പരത്തിപ്പൂവായിരുന്നു കൂടുതൽ യോജിപ്പ്. അത് കേട്ട് സുഹറ ചിരിച്ചു. എങ്കിലും അവളുടെ മുഖത്ത് വിഷാദഭാവം വന്നു. ഈ ചെമ്പരത്തി ഓർമ്മയുണ്ടോ? കുറേ കഴിഞ്ഞവൾ ചോദിച്ചു. മജീദ് പറഞ്ഞു, കേട്ടിട്ടുണ്ട്. എങ്കിൽ ഉമ്മണി വലിയ ഒന്നിനെ പറ്റിയും കേട്ട് കാണുമല്ലോ. ഉവ്വ്, രാജകുമാരി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉമ്മണി വലിയ ഒന്ന്. അവർ വളരെ അടുത്തുവെങ്കിലും മജീദിൻ്റെ ജീവിതത്തിലെ കുറേ വർഷങ്ങളെപ്പറ്റി അവൾ ഒന്നും അറിയുകയുണ്ടായില്ല. ആ രഹസ്യങ്ങളിലേക്ക് അവൾക്ക് ചുഴിഞ്ഞിറങ്ങണം. എല്ലാം അറിയണം. പരിചിതരായ ഓരോ സ്ത്രീ പുരുഷന്മാരെ പറ്റിയും. സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ സുഹറ ചോദിക്കും, അവൾക്ക് എത്ര വയസ്സുണ്ട്? നിറമെന്താണ്? സുന്ദരിയാണോ? അവളെപ്പറ്റി കൂടെ കൂടെ ഓർക്കാറുണ്ടോ? മജീദ് എല്ലാത്തിനും സമാധാനം പറയും. എന്നാലും അവൾക്ക് തൃപ്തിയാകുകയില്ല. മജീദ് ഇനിയും പറയാത്തതായിട്ട് ചിലതില്ലേ? എന്നോട് സത്യമേ പറയാവൂ കേട്ടോ. മജീദ് ചിരിച്ചുകൊണ്ട് പറയും, എന്തൊരു പെണ്ണ് ചെറുക്ക. അവൾ പുരികക്കൊടികൾ വളയ്ക്കും. എന്നിട്ട് നുള്ളാനായും. തുടർന്ന് മന്ദഹസിക്കും. വെളുത്ത് ഭംഗിയുള്ള ചെറിയ പല്ലുകളുടെ ഇടയ്ക്കുള്ള ആ കറുത്ത വിടവ്, തേഞ്ഞുപോയ കൈനഖങ്ങൾ, നുള്ളാൻ മുതിരുന്ന ആ പഴയ ഭാവം. മജീദിൻ്റെ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന നേരിയ തൊലിയിൽ അരമുള്ള സാധനം കൊണ്ട് ശക്തിയായി ഉരയ്ക്കുന്നത് പോലെ. ഈ മജീദും സുഹറായും തമ്മിൽ എന്താണ്? അയൽപക്കക്കാർക്കറിയണം. ആ പെണ്ണെന്താ കെട്ടിയവൻ്റെ വീട്ടിൽ പോകാത്തത്? വന്നാലും ഇതൊക്കെ പടച്ചവന് നിരക്കുമോ? മജീദും സുഹറായും തമ്മിൽ സംസാരിക്കുന്നത് സദാചാര വിരുദ്ധം. ആകാശം ഇടിഞ്ഞ് വീണു പോവുകയില്ലേ? അവിടെ കെട്ടിയോൻ ഒന്ന് തൊയ്ച്ചെങ്കിൽ എന്താ? ഒരിക്കൽ തല്ലിയപ്പോൾ പല്ല് പോയായിരിക്കും. എന്നാലും കെട്ടിയോനല്ലേ? സുഹറ, മജീദ് ഒരു ദിവസം പറഞ്ഞു, നമ്മെപ്പറ്റി അയൽപ്പക്കക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ ചോദിച്ചു, അതിന്? ഒന്നുമില്ല. സുഹറ സൂക്ഷിക്കണം. സ്ത്രീയാണ്. പേരിന് കളങ്കം പറ്റാതെ. ഓ, കളങ്കം പറ്റട്ടെ. എൻ്റെ ആത്മാവിന് കൂടി കളങ്കം പറ്റട്ടെ. മറ്റെങ്ങൊന്നും അല്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മജീദിന് ഉടനെ എന്തെങ്കിലും പറയണമെന്ന് തോന്നി. സുഹറായെ സംബന്ധിച്ചുള്ള അവസാന തീർപ്പാണ്. പക്ഷേ എങ്ങനെ പറയും? സുഹറായ്ക്ക് കൊടുക്കാൻ വല്ലതും ഉണ്ടോ? വീടില്ല, സമ്പത്തില്ല, എങ്കിലും ആരോഗ്യമുണ്ട്. മജീദ് പറഞ്ഞു, സുഹറ ഇനി ഭർത്താവിൻ്റെ വീട്ടിൽ പോകേണ്ട. ഇല്ല. മജീദ് ഉമ്മായോട് വിവരം പറഞ്ഞു. വളരെ സമയത്തേക്ക് അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. എങ്കിലും ഒടുവിൽ ഉമ്മ അറിയിച്ചു, മജീദ് സുഹറായെ വിവാഹം ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ മജീദിൻ്റെ 2 സഹോദരികൾ പ്രായമായിരിക്കുന്നില്ലേ? നമ്മൾക്ക് വക ഒന്നുമില്ലാതായി. എങ്കിലും മാനവും മര്യാദയും നോക്കണ്ടേ? എൻ്റെ മോൻ എവിടെയെങ്കിലും പോയി പൊന്നും ആളും ഉണ്ടാക്കണം. ചെറിയധനം കൊടുക്കാനുള്ള വകയും. ഈ പെൺപിള്ളേർ 2നെയും വല്ലോരിക്കും പിടിച്ചു കൊടുത്തിട്ട് എൻ്റെ മോനും കെട്ടാം. ആളുണ്ടാക്കിയാൽ പോരാ, പൊന്നും സ്ത്രീധനം കൊടുക്കാനുള്ള വകയും കൂടി ഉണ്ടാക്കണം. മജീദ് ചോദിച്ചു,
സ്ത്രീധനം കൊടുക്കാതെ ആരും വിവാഹം ചെയ്യുകയില്ലേ? ആര് ചെയ്യാനാ മോനെ? അല്ലേ പിന്നെ വല്ല ചുമട്ടുകാരനോ മാർക്കം കൂടിയോനോ ഉണ്ടാകും. ഞമ്മക്കത് മതിയോ? കാതിലും കൈത്തേലും അരയിലുമെങ്കിലും പൊന്നിട്ട് കൊടുക്കണം. മജീദിൻ്റെ സഹോദരികളുടെ 4 കാതുകളിലും കൂടി 42 തുളകളുണ്ട്. അതൊക്കെ എന്തിനു കുത്തി തുളച്ചു? കഴുത്തിലും അരയിലും ഒന്നും സ്വർണ്ണം ഇട്ടില്ലെങ്കിൽ എന്ത്? സ്ത്രീധന ഏർപ്പാട് തന്നെ ഇല്ലായിരുന്നെങ്കിൽ? ഉമ്മ, ഈ കാതുകുത്തും മറ്റും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ സമുദായത്തിന് മാത്രം എന്തിനാണ് ഈ വൃത്തികെട്ട ഏർപ്പാടുകൾ? വൃത്തികെട്ട വസ്ത്രധാരണവും വൃത്തികെട്ട ആഭരണങ്ങളും. ഉമ്മായും ബാപ്പായും ഒന്നും വേണ്ടിയില്ല. തുടർന്ന് മജീദ് ചോദിച്ചുമില്ല. എന്തിനവരെ കുറ്റപ്പെടുത്തുന്നു? ആ തലമുറയുടെ ആചാരമര്യാദ അനുസരിച്ച് അവരത് ചെയ്തു. ആവശ്യമോ അനാവശ്യമോ എന്ന് അവരാരും ചിന്തിച്ചു നോക്കിയില്ല. പഴയ ആചാരങ്ങളിൽ നിന്ന് അണുപോലും വ്യത്യാസം വരുത്തുക അത് വിഷമമാണ്. എന്നാൽ അതിനു വേണ്ട ചുറ്റുപാടുകൾ എവിടെ? മജീദിന് രാത്രി ഉറക്കമില്ലെന്നായി. ചിന്തയാണ് എപ്പോഴും. സഹോദരികളെ ആർക്കെങ്കിലും വിവാഹം ചെയ്തു കൊടുക്കണം. യൗവനത്തിൻ്റെ തീഷ്ണതയിലാണവർ. ആശയും ആഗ്രഹങ്ങളുമുണ്ട്. ഉടുക്കാൻ വസ്ത്രങ്ങളില്ല. ആഹാരത്തിനും ബലഹീനങ്ങളായ ചില നിമിഷങ്ങളുണ്ടല്ലോ. അബദ്ധത്തിലേക്കെങ്ങാൻ ഒരടി വെച്ചു പോയാൽ മജീദ് അസ്വസ്ഥനായി തീർന്നു. എന്തൊക്കെയോ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വീടിൻ്റെ കടം തീർക്കണം, സഹോദരികളെ വിവാഹം ചെയ്തു കൊടുക്കണം, മാതാപിതാക്കൾക്ക് സന്തോഷമുളവാക്കുന്ന സംഗതികൾ ചെയ്യണം. അവർ വൃദ്ധനാണ്. മരണം ഏതു നിമിഷത്തിലെന്നറിയില്ല. അവരുടെ ജീവിതം സുഖകരമാക്കി തീർക്കണം. സുഹ്റായെ വിവാഹം ചെയ്യണം. പിന്നെ അവളുടെ സഹോദരിമാരുണ്ട്, മാതാവുണ്ട്. അവർക്കും എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എന്താണ് ചെയ്യുക? എല്ലാറ്റിനും പണം വേണം. എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ഒന്ന് തുടങ്ങുവാനാണ് വിഷമം. കയ്യിൽ കാശില്ലാതെയും സഹായത്തിന് ആരെങ്കിലും ഇല്ലാതെയും ഈ ലോകത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ലേ? ചിന്തയാണ്. എന്ത് ചെയ്യും? ഒരു ദിവസം ഉമ്മ ഒരു അറിവ് പറഞ്ഞു കൊടുത്തു. ദൂരെയുള്ള പട്ടണങ്ങളിൽ ഉദാരശീലന്മാരായ മുസ്ലിം ധനികന്മാരുണ്ട്. അവർ സമുദായത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പലതും ചെയ്യുന്നു. അശരണരായ യുവതികളെ വിവാഹം ചെയ്തു കൊടുക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് സ്കൂളുകൾ ഏർപ്പെടുത്തുക, അഗതികളെയും അംഗഭംഗം വന്നവരെയും സംരക്ഷിക്കുന്നതിന് ആതുരാലയങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ പലതും അവർ ചെയ്യുന്നതായി ഉമ്മ പറഞ്ഞു. മോനെ, നമ്മുടെ കാര്യം അവരറിഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അവർ ചെയ്യും. എനിക്ക് നല്ല തീർച്ചയുണ്ട്. ആ ഫക്കീറൻ എല്ലാം പറഞ്ഞ് നാട് ചുറ്റുന്ന ഏതോ ഒരു മുസ്ലിം യാചകൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. മറുനാട്ടിലുള്ള മുസ്ലിം ധനികരൊക്കെ വളരെ ഉദാരശീലരാണ്. ഉമ്മാക്കതിൽ പരിപൂർണ വിശ്വാസമുണ്ട്. ആയ കാലത്ത് ഉമ്മ പലർക്കും സഹായം ചെയ്തു. കഴിവിൽ കവിഞ്ഞു തന്നെ ബാപ്പായും. ഇല്ലാത്ത കഷ്ടപ്പാടുകൾ പറഞ്ഞ് 2 പേരെയും പലരും പലപ്പോഴായി പറ്റിച്ചിട്ടുമുണ്ട്. ഉമ്മ അത് മനസ്സിലാക്കിയിട്ടില്ല. കളവ് പറയുന്നവരും സത്യം പറയുന്നവരും ഉണ്ടല്ലോ. സഹായം അഭ്യർത്ഥിക്കുമ്പോൾ മജീദിനെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? ആരെയും ആശ്രയിക്കാതെ പണം സമ്പാദിക്കാൻ എന്ത് വഴി? മജീദ് തല പുകഞ്ഞാലോചിച്ചു. എന്ത് തൊഴിൽ ചെയ്യും? കിട്ടിയിടത്തോളം വിദ്യാഭ്യാസവും ലോകപരിചയവും കൊണ്ട്. ആശങ്കയോടെ മജീദ് യാത്രയ്ക്കൊരുങ്ങി. ഉണ്ടായിരുന്ന ഉണ്ടപ്പണ്ടികൾ വിറ്റ് ബാപ്പ കാശുണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ പോയിട്ട് വരാം. മജീദ് സുഹ്റായോട് വിവരമെല്ലാം പറഞ്ഞു. ഞാൻ എല്ലാവരെയും സുഹ്റായെ ഭാരം ഏൽപ്പിക്കുന്നു. വരുന്നത് വരെ ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. സുഹ്റ ഭരമേറ്റു. മജീദ് ദൃഢമായ ഒരു ഉദ്ദേശ്യത്തോടെ ഇറങ്ങിത്തിരിച്ചു. ഒരു സായാഹ്നത്തിൽ പടിഞ്ഞാറെ ചക്രവാള പരിധിയിൽ തങ്കമേഘങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മജീദിൻ്റെ പെട്ടിയും കിടക്കയും എടുത്തുകൊണ്ട് ഒരു പയ്യൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. മജീദ് എല്ലാവരോടും യാത്ര പറഞ്ഞു. ബാപ്പ അറിയിച്ചു. എൻ്റെ കണ്ണറിയാൻ മേല. വെള്ളെഴുത്തിൻ്റെ ഒരു കണ്ണാടി മേടിച്ചുകൊണ്ട് വരുമോ? ഇല്ല. കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മജീദ് മുറിയിലേക്ക് ചെന്നു. നിറഞ്ഞ നയനങ്ങളോടെ സുഹ്റ ജനാലയുടെ അടുത്ത് ഉത്കണ്ഠയോടെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് പറയട്ടെ, അവൾ പറഞ്ഞു. മജീദ് മന്ദഹസിച്ചു. പറയൂ രാജകുമാരി, പറയൂ. പിന്നെ അവൾക്കത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ബസ്സിൻ്റെ ഹോൺ ദൂരെ കേട്ടു. ഉമ്മ മുറിവാതിൽക്കൽ വന്നു. മോനെ വേഗം ചെല്ല്, വണ്ടി പോകും. മജീദ് ഇറങ്ങാൻ ഭാവിച്ചു. സുഹ്റായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മജീദ് ചോദിച്ചു, ഞാൻ പോയി വരട്ടെ? അവൾ ശിരസ് കുനിച്ച് അനുമതി കൊടുത്തു. അജ്ഞാതമായ ഭാവിയിലേക്ക് മജീദ് ഇറങ്ങി. പടിക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട സുഹ്റായുടെയും വീടിൻ്റെയും ചിത്രം ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നായിരുന്നു. ആഗ്രഹങ്ങൾ, കടമകൾ മജീദിനെ ധീരതയോടെ മുന്നോട്ട് നയിച്ചു.